കാർത്തിക് എന്ന് പറയുന്ന നമ്മുടെ ഹീറോ ആർക്ക് നോ പറയാൻ അറിയാതെ അവൻ്റെ വീട്ടിൻ്റെ ഓണർ തൊട്ട് അവൻ്റെ ഓഫീസിലെ മാനേജർ വരെ നന്നായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇവൻ്റെ ഹൗസ് ഓണർ വാടക പോരാതെ എക്സ്ട്രാ ലീസ് എമൗണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഇവനെ വെറുപ്പിച്ചത് ഇവൻ ഓഫീസിൽ പോയത് ഇവൻ പ്രേമിക്കുന്ന പെണ്ണ് വേറെ ഒരുത്തനുമായിട്ട് റിലേഷനിലാണെന്ന് അവൻ അറിയാണ്. അങ്ങനെ ജോലി കഴിഞ്ഞ് പോകാൻ നോക്കിയതും മാനേജർ ഇവനൊരു ജോലി കൊടുക്കുകയാണ്. ഇവൻ നോ പറയാൻ അറിയാത്തതുകൊണ്ട് തന്നെ അവിടെ തന്നെ ഇരുന്ന് എല്ലാവരും പോയിട്ടും അവൻ ആ ജോലി ചെയ്യാണ്. അങ്ങനെ ഇവൻ ഒരുപാട് ലേറ്റായിട്ട് പോയിട്ട് കിടന്നുറങ്ങി എഴുന്നേറ്റതും ആ മാനേജർ കോൾ ചെയ്തിട്ട് നീ എല്ലാം തെറ്റാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവൻ ചെയ്ത തെറ്റൊക്കെ ഇവൻ്റെ പേരിലേക്ക് ഇടുകയാണ്. അങ്ങനെ ഇവനും ദേഷ്യം പിടിച്ച് ആ ഫോൺ തന്നെ എറിഞ്ഞു പൊടിച്ചിട്ട് ജോലിക്ക് പോയി ആ വർക്ക് വീണ്ടും ചെയ്തു കൊടുത്തിട്ട് ഇപ്പോൾ പുതിയ ഫോൺ വാങ്ങി തിരിച്ചു വരികയാണ്. അങ്ങനെ വരുന്ന വഴിക്കും ഒരു സൈക്കാട്രിസ്റ്റിനൊക്കെ കണ്ടിട്ട് അവൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ഒക്കെ പറയാണ്. അവൻ്റെ ചേട്ടൻ മരിച്ചിട്ടുള്ള കാര്യമൊക്കെ. അങ്ങനെ ആ സൈക്കാട്രിസ്റ്റും നീ ആ ചെറുപ്പത്തിൽ നടന്നിട്ടുള്ള ഇൻസിഡൻറ്റ് വെച്ചിട്ട് ഇപ്പോഴും ഇങ്ങനെ ഒരു പൊട്ടനെ പോലെ നടക്കരുത്, എല്ലാവരും തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയാണ്. അങ്ങനെ ഇവന് സകല ഗഡ്സ് വെച്ചിട്ട് ആ മാനേജർ ചെയ്താണ് തെറ്റെന്ന് അയാളുടെ പോയി പറഞ്ഞതു അവൻ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇവൻ അപമാനിക്കുകയാണ്. അപമാനം സഹിക്കാൻ പറ്റാതെ മരുന്ന് കഴിച്ചിട്ട് സ്റ്റഡി ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴാണ് അവന് ഫോണിലൊരു കോൾ വരുന്നത്. അങ്ങനെ ഫോൺ എടുത്തിട്ട് അവൻ ആരാന്ന് ചോദിച്ചിട്ട് ഞാനാണ് ഒറിജിനൽ കാർത്തിക് എന്ന് പറയാണ്. അങ്ങനെ ഇവന് ഷോക്കായിട്ട് ആ സൗണ്ട് കേട്ടിട്ട് അടുത്ത ദിവസം ടെലിഫോൺ ഡയറക്ടറൊക്കെ നടത്തുന്ന അവിടെ പോയി ചോദിച്ചതു 4 ദിവസമായിട്ട് ഇവൻ ഒരു കോളും വന്നിട്ടില്ലെന്നൊക്കെ അവിടെ നിന്ന് പറയാണ്. അങ്ങനെ അടുത്ത ദിവസം ഇവൻ ഇതേപോലെ തന്നെ ആ ടൈമിന് കോൾ വരികയാണ്. എന്നിട്ട് ആ ഫോൺ എടുത്തതു ഞാൻ തന്നെയാണ് നീ, പക്ഷെ ഞാൻ പറയുന്ന പോലെ കേട്ടാ നിൻ്റെ ലൈഫ് തന്നെ ഞാൻ മാറ്റിത്തരാമെന്ന് പറയാണ് ആ കോളിൽ. അങ്ങനെ ആ ഫോണിൽ പറഞ്ഞ പോലെ തന്നെ ഇവനും ചെയ്യാൻ തുടങ്ങുകയാണ്. ആ ഹൗസ് ഓണറുടെ അടുത്ത് ലീസിനെ കുറിച്ചും ഇവൻ്റെ ഹൗസിൽ നടന്നിട്ട് വർക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇങ്ങോട്ട് പൈസ തരണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് കണക്ക് വയ്ക്കുകയാണ്. അങ്ങനെ അയാൾ പേടിച്ചടന്ന് പോകാൻ നോക്കും തന്നെ നീ ഇത് തന്നിട്ടില്ലെങ്കിൽ നീ താഴെ ഇല്ലീഗലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഹൗസിൽ നിന്ന് വരുന്ന ഇൻകമിനെ കുറിച്ചൊക്കെ ഞാൻ ഇൻകം ടാക്സിന് ഒറ്റി കൊടുക്കുന്നവരാണ്. അങ്ങനെ ഇവനും ആ കാശ് കൊടുക്കുകയാണ്. ഇവനും അത് വെച്ചൊരു പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് ഫാഷനിൽ തന്നെ അവൻ്റെ ഓഫീസിലേക്ക് പോവാണ്. എന്നിട്ട് നേരെ ഇവൻ്റെ മാനേജർ എടുത്ത് പോയിട്ട് ഇവൻ്റെ ഫിംഗർ ടിപ്സിലുള്ള അവിടുത്തെ അക്കൗണ്ട്സും അത് ഇമ്പോർട്ടൻറ്റ് പ്രോജക്ട്സൊക്കെ ഇതിൻ്റെ കോമ്പറ്റീഷൻ കമ്പനിക്ക് ഇവൻ കൊടുക്കുന്നു പറഞ്ഞു. ആ മാനേജർക്കും വേറെ വഴിയില്ലാതെ ഇവനോട് റീജോയിൻ ചെയ്യാൻ വേണ്ടി പറയാണ്. അത് മാത്രമല്ല എനിക്ക് തനിയായിട്ടൊരു ടേബിൾ ഇവിടെ ഒരു വലിയ പൊസിഷൻ വേണമെന്നൊക്കെ ഡിമാൻഡ് വെക്കാണ് ഇവൻ. ആ കോളിന് ശേഷം ഇവൻ്റെ ലൈഫ് തന്നെ മാറുകയാണ്. അങ്ങനെ അടുത്ത ദിവസം ഫോൺ വന്നത് ഇവൻ താങ്ക്സ് എന്ന് പറയാണ്. അപ്പോൾ തന്നെ ഇതൊക്കെ ഒരു വിഷയമാണോ, നീ ഇഷ്ടപ്പെടുന്ന പെണ്ണിനായിട്ട് ഞാൻ ചേർത്ത് വെച്ചാന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ ബോയ് ഫ്രണ്ട് എടുത്ത് പോയിട്ട് അവൻ്റെ വൈഫിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി ആ ഫോണിൽ പറഞ്ഞത് ഇവൻ പോയി ചോദിക്കാണ്. അങ്ങനെ ഇവൻ്റെ കല്യാണം കഴിഞ്ഞത് ഇവൻ അറിഞ്ഞതു ഇത് ആരടുത്തും പറയില്ലെന്ന് പറഞ്ഞ കെഞ്ചാണ്. അപ്പോൾ തന്നെ അവനും ഞാൻ ആരടുത്തും പറയില്ല, പക്ഷേ നീ പ്രേമിക്കുന്ന ആ സൊണാലിട്ട് പോയിട്ട് ഇത് പറയുന്നു പറഞ്ഞതു അവനും വേറെ വഴിയില്ലാതെ പോയി പറയാണ്. അവളും യു ചീറ്റ് എന്ന് പറഞ്ഞാൽ അവൻ അടിക്കുകയാണ്. ഇനി ഇവൾ അവൻ ചീറ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സങ്കടത്തിലാണ്. ആ ടൈമിൽ ഇവൻ പോയി സംസാരിച്ച് പോകെ ഇവർ നല്ല ഫ്രണ്ട്സായി അത് പ്രേമമായി മാറാണ്. ഇനി ഇവർ ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള ഒരു ദിവസവും ആ കാർത്തിക് അവന് വരുന്ന കോളിനെ കുറിച്ചിട്ട് അവൻ്റെ ലൈഫ് അത് കാരണം മാറി എന്നൊക്കെ പറയാണ്. അങ്ങനെ ഇവളും അത് നിന്റെ ഇലൂഷനാണ്, നീ ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണുന്നു പറഞ്ഞു. ആ സൈക്കാട്രിസ്റ്റിനെ പോയി കാണുന്നു. ആ സൈക്കാട്രിസ്റ്റ് അതിൻ്റെ ഇലൂഷനാണ്, അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞു. അതുള്ളതാണ്, നിങ്ങൾ വേണമെങ്കിൽ നാളെ 5 മണിക്ക് രാവിലെ വാ, ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞു. ആ സൈക്കാട്രിസ്റ്റും പോവാണ്. അങ്ങനെ കൃത്യം കോളും വരികയാണ്. അങ്ങനെ ആ കോൾ എടുത്ത കാർത്തിക് ഫോൺ അവിടെ എടുത്ത് കൊടുക്കുന്നു പറഞ്ഞു. നീ എങ്ങനെ ഞാൻ ഇലൂഷനാണെന്ന് പറയാം, സ്കൂളിൽ പോയിട്ട് നിന്റെ പിള്ളേരൊക്കെ തിരിച്ചു വരണമെന്ന് പറഞ്ഞു. ആ സൈക്കാട്രിസ്റ്റ് പേടിച്ച് ഫോൺ അവിടെ തന്നെ ഓടുകയാണ്. അങ്ങനെ അടുത്ത ദിവസം സൊണാലിക്ക് ഇത് പ്രൂവ് ചെയ്യാണ്. അങ്ങനെ ആ ടൈമിൽ കോൾ വരാണ്. ഒരു പക്ഷേ ഇത് പ്രേതായിരിക്കും വിചാരിച്ചിട്ട് അവൾ കോൾ എടുക്കണമെന്ന് പറയാണ്. അങ്ങനെ എപ്പോഴും ആ കോൾ അവൻ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങാണ്. ഒരു ദിവസം വേറെ വഴിയില്ലാതെ അവൻ കോൾ എടുത്തതു ഇത്രയും ദിവസമായിട്ട് നീ എന്തിനാണ് എന്നെ അവോയ്ഡ് ചെയ്തത്, നിന്റെ ലൈഫ് തന്നെ ഞാനാണ് മാറ്റിയത്, അതെല്ലാവരാക്കാൻ എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ്. അങ്ങനെ അടുത്ത ദിവസം ആ കോൾ കാർത്തിക്ക് ഈ മാനേജറിൻ്റെ വൈഫിന് ഒരു പെണ്ണായിട്ടുള്ള അഫയറൊക്കെ അവൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തതു മാത്രമല്ല ഒരുപാട് പ്രോജക്ട്സ് എതിർ കമ്പനിക്ക് കൊടുത്തുകൊണ്ട് തന്നെ ആ മാനേജർ ഇവൻ അടിച്ചാൽ ആ ഓഫീസിൽ നിന്ന് തുരത്താണ്. മാത്രമല്ല ആ കോൾ കാർത്തിക്ക് സൊണാലിനെ പറ്റി ഒരുപാട് തെറ്റായിട്ട് ആ ഓഫീസിലുള്ളവരോടൊക്കെ പറഞ്ഞു നീ ഇത്രയ്ക്ക് ചീപ്പായിട്ടുള്ള ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പറഞ്ഞിട്ട് അവനെ വിട്ടിട്ട് പോവാണ്. അങ്ങനെ ആ ഹൗസ് ഓണറിൻ്റെ ഇല്ലീഗൽ ഇൻകമിനെ കുറിച്ചൊക്കെ ഇൻകം ടാക്സിൻ്റെ അടുത്ത് ഒറ്റി കൊടുത്തതു. അങ്ങനെ ആ ഹൗസ് ഓണർ ഇവനെ വീട് വിട്ട് തുരത്താണ്. എല്ലാം ഈ ഫോൺ കാരണം എന്ന് പറഞ്ഞിട്ട് ഫോണൊന്നും ഇല്ലാത്തൊരു ഗ്രാമത്തിൽ പോയിട്ട് ഒരു കൊറിയർ ഓഫീസിൽ അവൻ വർക്ക് ചെയ്യാൻ തുടങ്ങാണ്. അങ്ങനെ ഇവൻ്റെ കൊളിക കാരണം നിനക്കൊരു ഫോണൊക്കെ വേണോ അല്ലെങ്കിൽ നിന്നെ ഇങ്ങനെ കോൺടാക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞത് അവൻ വേറെ വഴിയില്ലാതെ ഒരു ഫോണും പിന്നെയും വാങ്ങാണ്. അങ്ങനെ ഇവനും എനിക്കും കുറേ നാളായിട്ട് ഇപ്പോൾ ഫോണൊന്നും വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് സൊണാലിക്ക് ഒരു മെയിൽ അയക്കാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സൊണാലി ആ സൈക്കാട്രിസ്റ്റിനെ പോയി കാണാണ്. സൈക്കാട്രിസ്റ്റു ഇല്ല അവൻ്റെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് പേപ്പർ കാണിക്കാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് അവൻ്റെ ആ ഫോണിൽ ഒരു കോൾ റെക്കോർഡർ ഓപ്ഷൻ ഉണ്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് അവന് ചെയ്യാൻ പറ്റാത്ത കാരണങ്ങൾ അവൻ്റെ വേറൊരു പേഴ്സണാലിറ്റി മൂലവും അവൻ തന്നെ കോൾ റെക്കോർഡ് ചെയ്ത് കൃത്യം 5 മണിക്ക് അവന് തന്നെ കോൾ വരുന്ന പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവനൊരു ചീത്തവനാണെന്ന് ചോദിച്ചതു അല്ല, ഇത് അവൻ ചെറുപ്പം മുതലേ അനുഭവിച്ചിട്ടുള്ള ഒരു ട്രോമ കാരണം അവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണെന്ന് പറയാണ്. അങ്ങനെ അടുത്ത ദിവസം കാർത്തിക്കിന് വീണ്ടും കോൾ വരാണ്. നീ ഉള്ള സ്ഥലം ഞാൻ കണ്ടുപിടിച്ചു, ഇനി നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് പറഞ്ഞതു അവൻ ഒരുപാട് ഗുളിക വാരിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ തന്നെ കൃത്യ ടൈമിൽ അവിടെ എത്തി സൊണാലി അവനെ രക്ഷിക്കുകയാണ്. അങ്ങനെ ഒരുപാട് വർഷം അവന് ട്രീറ്റ്മെൻറ്റ് ഒക്കെ കൊടുത്തിട്ട് അവർ വീണ്ടും ഒന്നു ചേർന്ന് ആ അസുഖമൊക്കെ ക്ലിയർ ചെയ്ത് നന്നായി ജീവിക്കാൻ തുടങ്ങുകയാണ്.